घुट्टी रफ्तार भाई। ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഡൽഹി, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ കനത്ത നാശനഷ്ടം വിതച്ച് ശക്തമായ മഴ പെയ്യുകയാണ്. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. ദേശീയപാത ഉൾപ്പെടെയുള്ളവ പലയിടത്തും അടച്ചു. 17 ട്രെയിനുകൾ റദ്ദാക്കുകയും 12 ട്രെയിനുകൾ വഴി തിരിച്ചുവിടുകയും ചെയ്തതായും വെള്ളക്കെട്ടു കാരണം 4 ഇടങ്ങളിൽ ഗതാഗതം നിർത്തിവെച്ചതായും റെയിൽവേ അറിയിച്ചു. ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ചില പ്രദേശങ്ങളിൽ കനത്ത മഴ മുന്നറിയിപ്പ് നിൽക്കുന്നുണ്ട്. പലയിടത്തും പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകി. മണ്ണിടിച്ചിലുമുണ്ടായി. ഹിമാചൽ പ്രദേശിൽ ഞായറാഴ്ച രാവിലെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ഭാര്യയും ഭർത്താവും കുഞ്ഞുമാണ് മരിച്ചത്. ഹിമാചലിലെ കുളു, ചമ്പ ജില്ലകളിൽ 2 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് ഹിമാചലിൽ വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ 14 ഉരുൾപൊട്ടലും 13 മിന്നൽ പ്രളയവുമാണ് കഴിഞ്ഞ 36 മണിക്കൂറിനിടെ ഹിമാചലിൽ സംഭവിച്ചിരിക്കുന്നത്. 700ഓളം റോഡുകൾ അടയ്ക്കുകയും ചെയ്തു. മിന്നൽ പ്രളയത്തിൽ വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും കടകൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രധാന പുഴകളും കരകവിഞ്ഞൊഴുകി. 10 ജില്ലകളിൽ ഇനിയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഹിമാചൽ പ്രദേശിലെ എല്ലാ ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചു. അതിശക്തമായ മഴ മൂലം അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. അതേസമയം ഉത്തരാഖണ്ഡിൽ ഉരുൾപൊട്ടലിൽ അകപ്പെട്ട വാഹനത്തിൽ നിന്നും 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. 11 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റ് 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിൽ നിന്നും തെറിച്ചു വീണ കാണാതായ 3 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ജമ്മു കാശ്മീരി പൂഞ്ച് ജില്ലയിൽ മിന്നൽ പ്രളയത്തിൽ ഒഴുകിപ്പോയ 2 സൈനികരുടെ മൃതദേഹം കണ്ടെത്തി. അതേസമയം 40 വർഷത്തിനിടെ ഡൽഹിയിൽ പെയ്ത റെക്കോർഡ് മഴയാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. 24 മണിക്കൂറിൽ നഗരത്തിൽ 153 മില്ലിലിറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ഡൽഹിയിൽ 1982 ശേഷം ജൂലൈ മാസത്തിലെ ഒരു ദിവസം പെയ്ത ഏറ്റവും ഉയർന്ന മഴയാണിതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. घुट्टी रफ्तार भाई।